നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. മസ്റ്ററിംഗ് നടത്താതെ 14 ലക്ഷം പേർ കണ്ടെത്തുവാൻ വീടുകളിൽ എത്തുന്നതാണ്. മുൻഗണനാ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഇപ്പോൾ മസ്റ്ററിംഗ് നടത്തുന്നത്. റേഷനിംഗ് ഇൻസ്പെക്ടർമാർ വീടുകളെത്തി നേരിട്ട് പരിശോധന നടത്തും. സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിലുള്ള മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളിലെ മസ്റ്ററിംഗ് നടത്താത്ത 14 ലക്ഷത്തോളം അംഗങ്ങളെ കണ്ടെത്തുവാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപടി ആരംഭിച്ചു. റേഷനിംഗ് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി നേരിട്ട് പരിശോധന നടത്തി ഇതിൻ്റെ കാരണം കണ്ടെത്തുവാൻ വകുപ്പിൻ്റെ ഉന്നതതല യോഗം തീരുമാനിച്ചു. എന്നിട്ടും നടപടി സ്വീകരിക്കാത്തവർക്ക് നോട്ടീസ് നൽകി. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് മുൻഗണനാ കാർഡ് അംഗങ്ങളായ ഉപഭോക്താക്കളെ തിരിച്ചറിയുവാൻ ഈ KYC മസ്റ്ററിംഗ് സെപ്റ്റംബർ മുതൽ തീവ്രയജ്ഞം ആരംഭിച്ചത്. ഇരു കാർഡുകളിലുമായി 1.48 കോടി അംഗങ്ങളുള്ളതിൽ 1.34 കോടി പേർ മാത്രമാണ് ഇതുവരെ മസ്റ്ററിംഗ് നടത്തിയത്. ഡിസംബർ 31 വരെയാണ് മസ്റ്ററിംഗിന് സമയം അനുവദിച്ചിരുന്നതെങ്കിലും ഇപ്പോഴും ഇത് തുടരുന്നുണ്ട്. റേഷൻ കടകളിലെ പോസ്റ്റ് യന്ത്രങ്ങളിൽ വിരൽ പതിപ്പിച്ചോ താലൂക്ക് സപ്ലൈ ഓഫീസിലെത്തി ഐറിസ് സ്കാനർ സംവിധാനം വഴിയോ നാഷണൽ ഇൻഫോർമാറ്റിക്സ് ടെസ്റ്റ് സെൻറ്റർ NIC വികസിപ്പിച്ച മേര KYC എന്ന ഫേസ് ആപ്പ് ഉപയോഗിച്ചോ മൊബൈൽ ഫോൺ മുഖേനയോ ആണ് മസ്റ്ററിംഗ് നടത്താവുന്നത്. കിടപ്പ് രോഗികൾക്കും മറ്റും മസ്റ്ററിംഗ് നടത്താൻ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മസ്റ്ററിംഗ് നടത്താത്തവർക്ക് റേഷൻ വിതരണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. മസ്റ്ററിംഗ് നടത്താത്തവരിൽ വലിയൊരു ഭാഗം ഇതര സംസ്ഥാനങ്ങളിലോ മറ്റോ പഠിക്കുന്ന വിദ്യാർത്ഥികളോ ജോലി ആവശ്യാർത്ഥം വിദേശത്ത് ഉള്ളവരുമാണെന്നാണ് വിലയിരുത്തൽ. NRK നോൺ റെസിഡൻഷ്യൽ കേരള വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഇവരുടെ അംഗത്വം തൽക്കാലം മരവിപ്പിച്ച് നിർത്തുകയും നാട്ടിലെത്തുമ്പോൾ മസ്റ്ററിംഗ് നടത്താൻ അനുവദിക്കുകയും ചെയ്യും. അതേസമയം മരിച്ചവരും അനർഹരുമായ മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകളെ ഒഴിവാക്കി പകരം അർഹരായ പുതിയ അപേക്ഷകരെ ഉൾപ്പെടുത്തുന്ന നടപടികളും നടന്നു വരികയാണ്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.